ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഡയറ്റ് ഞാൻ വിട്ടിട്ടില്ല. പഴവും മുട്ടയും ബ്രേക്ക്ഫാസ്റ്റ്, ചിക്കൻ, അപ്പം, മുട്ട. ഇതെന്തോ അടി ഇത്? ആഹാ ചേച്ചി ഗുഡ് മോർണിംഗ്. ചനെ ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ എറണാകുളം ഡയറീസ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ തന്നെ എഴുന്നേറ്റു. 12:41 ആയപ്പോൾ അമ്മ അത് ഞങ്ങൾ രാത്രി ലേറ്റ് ആയിട്ട് വന്ന് കിടന്നുറങ്ങുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അതെ അതെ, ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ നമ്മൾ മിസ്സാക്കിയിട്ടില്ല, കഴിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ പുറത്തോട്ടിറങ്ങാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ചീനിവലയിൽ ഇറങ്ങി ഗൈസ്. എന്നിട്ട് നേരെ നമ്മുടെ കാക്കനാട് വന്ന് കുറച്ച് എന്ന് പറഞ്ഞാൽ 1.5 മാസമായിട്ട് ഞാൻ PRP ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ PRP എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. എൻ്റെ ചോര എടുക്കുന്നു ഗൈസ്. ആഹാ എന്താ എടാ വൈശാഖ, നീ ഇത്ര കല്യാണത്തിന് വരായിരുന്നു? മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിന് മാത്രം എന്നെ വിളിക്കുള്ളൂ കേസ്. എടുക്കട്ടെ കേസ്, എന്നിട്ട് തലയെ കുത്തി വയ്ക്കാം നമുക്ക്. സുഹൃത്തുക്കളെ ഓക്കെ, കുത്തിയായിരുന്നോ? ചെയ്യാനുള്ളത് ഇപ്പോഴാണ് കേസ് സ്റ്റാർട്ടായത്. എടുത്തിട്ട് വരാം. അവിടെ നിന്ന് തല മൊത്തം കുത്തിപ്പൊത്തതിന് ശേഷം കഴിച്ചാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബുക്ക് സ്റ്റോർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 2-3 ബുക്സൊക്കെ നോക്കിയിട്ട് എന്നിട്ട് വേണം പോയി എൻ്റെ കൊച്ചിന് ഫോൺ വാങ്ങിക്കും. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം കേസ്. ആദ്യം ബുക്ക് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബുക്ക് സ്റ്റോറാണ് കേസ്. എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് സ്റ്റോറിൻ്റെ ഫീല് വരുന്ന ഒരു ബുക്ക് സ്റ്റോറാണ്. അപ്പം 2 ബുക്ക് എടുത്ത് കേസ് അവൾ. ഈ സ്നേഹം, ഇത് എനിക്കറിയില്ല. പിന്നെ വി വെയർ നെവർ മെന്റ് ടു ബി, പല്ലേ വസു ഈ 2 എടുത്ത് നമ്മൾ ഗൈസ്. ഈ ബുക്ക് നമ്മളെടുത്ത് ബ്ലൂ സിസ്റ്റേഴ്സ്, നല്ല ബുക്കാനാണ്. ആയിരിക്കും ഇതുണ്ട് നമ്മുടെ ഉണ്ട് ആ ബുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ 3 ബുക്കും എടുത്തോണ്ട്. ഇത് നിന്റെ ഉണ്ട്, നിന്റെ ഒരു ചുമന്ന കളറാണ്. അത് വീട്ടിലുണ്ട് ഗൈസ്. നമ്മളെ ലൈബ്രറി നിറയ്ക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അവക്ക് ഈ ഫിക്ഷനും എനിക്ക് സെൽഫ് ഹെൽപ്പുമാണ് ഇഷ്ടം. നമുക്ക് ഇത് 3 എടുക്കാം അല്ലേ? ഇന്ന് എടുക്കണോ? അത് ഓക്കെ, 3 സെലക്ട് ഗൈസ്. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRP എടുക്കുന്നത് ഒന്നുമല്ല ഗൈസ്. വർഷയ്ക്ക് നമ്മൾ ഇന്നൊരു ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഏത് ഫോൺ വേണോന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ചേട്ടാ എനിക്ക് ഓപ്പോ അല്ലെങ്കിൽ വിവോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ എടി ഞാനൊരു ആപ്പിൾ ഭ്രാന്തനാണ്. എന്താണ്? ഇല്ല, വിവോ ആണ്. അവള് റെഡ്മി യൂസ് ചെയ്തിട്ടുണ്ട്, റിയൽമി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവക്ക് വിവോ യൂസ് ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞു. ആപ്പിള് മറ്റേ സുസുവിന്റെയിലും അഗ്രങ്കയുടെ ആയാലും ഉണ്ട്. അങ്ങനെ അവൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവോ മതിയെന്നാണ് സുഹൃത്തുക്കളെ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ശാസ്ത്രം വിളിച്ചു ചോദിച്ചു, എടാ വിവോയിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏത്? ഞാൻ മാക്സിമം ശ്രമിച്ച ഐഫോണിലോട്ട് വഴിതിരിച്ച് വിടാനായിട്ട്. പക്ഷെ അവള് തിരിഞ്ഞില്ല. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, അവള് ഹാപ്പി ആയിട്ടിരിക്കുന്ന എൻജോയ് ചെയ്യുന്ന ഫോണാണല്ലോ അവൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ വിവോ X200 Pro എന്ന് പറഞ്ഞ ഫോൺ ഗൈസ്. അത് ഞാൻ ആദ്യമായിട്ട് ഷാസിൻ ദുബായി പോയ സമയത്ത് അവന്റെ കയ്യിരിക്കുന്നതാണ് കണ്ടത്. എന്റെ പൊന്നെ ഒന്നും കാച്ചിയ ഫോട്ടോസാണ് ഗൈസ്. ഫോട്ടോസിന്റെ കാര്യത്തില് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ക്യാമറ അതാണെന്ന് തോന്നുന്നു. പിന്നെ അത് നല്ല ഫോണുമാണ് ഗൈസ്. അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണെന്ന് തോന്നുന്നു. അപ്പൊ അവൻ പറഞ്ഞാൽ അത് ധൈര്യമായിട്ട് എടുത്തോ, കിടിലം ഫോൺ, ഒന്നും പറയാനില്ല. അപ്പോൾ ടെക് വിസാർഡിന്റെ കയ്യിൽ നിന്നുള്ള സജഷനോടെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അതിനെ എടുക്കാൻ തീരുമാനിച്ചല്ലേടാ. അങ്ങനെ നമ്മൾ വിവോ X200 Pro എടുക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. അതിനുവേണ്ടി നമ്മൾ മൈജി ഫ്യൂച്ചർ എടപ്പള്ളിയിലേക്ക് പോവാണ്. ഹമ്പിള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് ഫോണ് മേടിച്ചോളാൻ അവൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേസ്. ഒരു പീസ് അവിടെ ഉള്ളു, ഗ്രേ കളർ 512 GB അങ്ങാണ്. അപ്പൊ അതെടുക്കാൻ പോവാണ് നമ്മള്. സെറ്റല്ലേടാ? അതെന്താ അങ്ങോട്ട് പോയേ? ഇവളൊരു നല്ല ക്യാമറ ഗേൾ ആവുമെന്ന് എന്തോ എന്റെ മനസ്സ് പറയുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇനി പോവാം ഗൈസ്. എന്നിട്ട് എന്റെ കൊച്ചിനൊരു ഫോൺ എടുക്കാം. സെറ്റ് അല്ലേടാ? ഒന്നുകൂടെ ചോദിക്കട്ടെ, ഐഫോൺ വേണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് വിവോ വാങ്ങിക്കാം സുഹൃത്തുക്കളെ. എന്റെ ചാനലിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് ഫോൺ അൺബോക്സിംഗ് ആയിരിക്കും ഇവിടെ. 8 വർഷമായി, 8 വർഷം ആവുമ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്കൊന്ന് കണ്ണം പണ്ടങ്ങാണ്ട് ഒരു സാംസങ് എടുത്തപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛന് പണ്ട് OnePlus വേണമെന്ന് പറഞ്ഞപ്പോൾ OnePlus ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് പുതിയ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഗുയിസ്
എന്റെ ഫെലോ ആപ്പിൾ ഫാൻ ബോയ്സ്, നമുക്ക് വിവോയുടെ ഒരു ഫോൺ വാങ്ങിക്കായിരുന്നു. ലെറ്റ്സ് ഗോ. യവൻ ഇത് കേൾക്കുകയാണെങ്കിൽ അട്ടഹസിക്കും ഗൈസ്. കാരണം അവന്റെ രണ്ട് മിസ്റ്റർ ഷാസ് മുഹമ്മദ്, എടാ അളിയാ, വർഷയ്ക്ക് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവക്ക് ഐഫോൺ വേണ്ടടാ. അതാണ് ഈ എടാ, ഒരാളെങ്കിലും നമ്മുടെ കുടുംബത്തില് ബോധം ഉണ്ടല്ലോടാ. നിന്നെ പോലെയൊക്കെ മറ്റേ ഐഫോണും ആപ്പിളും മുന്തിനും തന്നെയല്ലേ. എടാ നിന്റെ രണ്ട് ചേച്ചിയുടെ മക്കളും ഐഫോൺ വേണോന്ന് പറഞ്ഞവരാണ്, നീ അത് മറക്കരുത്. അതാണ് നല്ല കാര്യം, നീ അവരെ അഡോപ്റ്റ് ചെയ്തോ. പക്ഷെ നമ്മളെ എടാ നീ പറഞ്ഞ കണക്ക് X200 Pro ആണ് എടുക്കാൻ പോണേ. സെറ്റ് ഓക്കെ അല്ലേ? സെറ്റ് ഫോണാണ് അവൾക്ക് ഇഷ്ടപ്പെടും. അവൾക്ക് ഒരു കാര്യം ചെയ്യും, ഈ ഇത്തിരി വലിയ ഫോണാണ്, അപ്പം അത് പുള്ളിക്കാരിക്ക് അത് ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് നോക്ക്. അത് അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അല്ലെങ്കിൽ X200 ആണ്. അല്ലെങ്കിൽ ഇപ്പൊ അതാണ് പറഞ്ഞത്, ഇപ്പൊ ചെറിയ ഫോൺ വേണമെങ്കിൽ X200 FE, അല്ലെങ്കിൽ നമ്മുടെ OnePlus 13 നല്ലതാണ്. ആണോ? OnePlus വേണോ നിനക്ക്? OnePlus. അപ്പൊ OnePlus നോക്കണോ ഇത് എടുക്കണോ? എനിക്ക് OnePlus ആണ് ഒരു എന്താ പറയാ ഓവറോൾ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബാറ്ററി, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ പിന്നെ X200 Pro എടുത്തു കഴിഞ്ഞാൽ അവളെ കൊണ്ട് നടന്നാൽ നിനക്ക് കുറച്ച് നല്ല ഫോട്ടോ എടുക്കാം. ഐഫോണിലൊന്നും അത് നടക്കൂല. ഐഫോൺ ഞാൻ വീഡിയോക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വീഡിയോ നീ എടുത്തോ, ഫോട്ടോ എടുക്കും. ഓക്കെ, അപ്പൊ നീ ഫോട്ടോ എടുത്തോട്ടെ, ഞാൻ വീഡിയോ എടുക്കാം. എടാ അപ്പൊ അങ്ങനെ X200 എടുക്കല്ലേ? X200 Pro എടുക്കണം. X200 Pro അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ OnePlus അല്ലേ ചെറുതാണെങ്കിൽ? അല്ലെങ്കിൽ OnePlus 13 ചെറുതാണെങ്കിൽ. ചെറുതാണ് വലുതാണ് OnePlus 13? അതും വലുത് തന്നെ. വലുതാണെങ്കിൽ പിന്നെ മറ്റേ എടുക്കാം. എന്നാ പിന്നെ X200 Pro എടുക്കാം. ആടാ അത് സനി ബ്രോ ഒന്ന് ഫോട്ടോ എടുത്തപ്പോഴാണ് നമ്മൾ മറ്റേ ഗൾഫിൽ നിന്ന സമയത്ത് നീ എടുത്ത ഫോട്ടോസ് ഒക്കെ കിട്ടുന്ന സാധനങ്ങളായിരുന്നടാ അത്. അതെ, പ്ലച്ചനെ ഇരിക്കുമെന്ന്. അപ്പം എന്നാ പിന്നെ അതെടുക്കാല്ലേ? അത് എടുത്തിട്ട് ഒന്ന് പതുക്കെ ഫോട്ടോ ഒക്കെ എടുത്തു തുടങ്ങി. അല്ല അവള് ഇടക്കിടക്കൊക്കെ ചുമ്മാ എന്തൊക്കെയൊക്കെ എടുത്തോണ്ടിരിക്കും ഇടയ്ക്കൊക്കെ. ഇതെടുത്തു കഴിഞ്ഞാൽ എടുത്തോണ്ടേ ഇരിക്കും. ആണല്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് എടുക്കുന്ന ഫോട്ടോയില് ഭയങ്കര ഇത് കൊള്ളാലോ, നമ്മൾ എടുത്തയാണെന്നുള്ളൊരു ഫീലിംഗ് വരും. ഓഹോ, അത് മതിയെന്ന് പറയും. അപ്പൊ പക്ഷെ ഒന്നുകൂടെ ഞാനൊന്ന് ഉലയ്ക്കാൻ നോക്കട്ടെ. ഐഫോൺ നീ എവനെ പോലെ എല്ലാ വർഷവും മറ്റേ 2 രൂപ കോയിനും കൊണ്ട് യവൻ നിന്നെ JCB ഒട്ടിപ്പിക്കും. എടാ പോടാ. എടി ആപ്പിളിന്റെ കടിച്ച ലോഗോ വേണ്ടല്ലേ? എനിക്ക് പകുതി കടിച്ച ആപ്പിൾ ഇഷ്ടമില്ല. നീ കേൾക്കണുണ്ടാടാ. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം വിവോ ഒക്കെ ആണെങ്കിൽ. ആണല്ലേ? നമുക്ക് പൂച്ചട്ടിയൊക്കെ ഉള്ള തീമൊക്കെ ഇടാം. അതൊന്നും ആപ്പിളിന് നടക്കൂല. എന്റെ പൂച്ചട്ടി ഇടാൻ പറ്റും. നിനക്ക് ഇത് തന്നെ വേണം. കിട്ടിയാ പോരെന്ന്. ഇത് എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് യൂസേഴ്സിന്റെ പ്രാക്കാണെന്ന്. എന്തരടാ ഇതിനെയാണ് ഫേറ്റ് എന്ന് പറയണത്. ഫേറ്റ്. അതെ, ആപ്പിൾ ഫാൻ ബോയ്ക്ക് ആൻഡ്രോയിഡ് പെണ്ണ്. അയ്യോ, എടപ്പള്ളിയിൽ എത്തി ഗൈസ്. എന്റെ ആപ്പിൾ ദൈവങ്ങളെ, ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആണല്ലേ? X200 Pro നല്ല ഫോണാണോ ബ്രോ? സെറ്റാണോ? അതുപോലെ തന്നെ കുറവാണോ? നോക്കട്ടെ ഫോട്ടോ. ഓ നല്ല ഫോട്ടോ അല്ലേ? ഇഷ്ടപ്പെട്ടാ? ഓ കിണ്ണ ഫോട്ടോ കേട്ടോ അത്. അത്ര നല്ലതല്ലേ? ഇത് കൊള്ളാം, ഇത് നല്ല ഫോട്ടോ. തുറന്നു നോക്കിയാടാ. ഇപ്പൊ പോയി കുത്തി വെച്ചിട്ട് വന്നേ ഉള്ളു, പിന്നെ മുടി ഇല്ലാണ്ട്. ബാക്ക് അടിച്ചാടാ. അങ്ങനെയുണ്ട് സ്ക്രോളൊക്കെ ചെയ്തിട്ട് കൊള്ളാമോ? ഇതേതായിരുന്നടാ?
റിയൽമി അല്ലേ 10 Pro. എല്ലാത്തിലും പ്രോ ഉണ്ട്. അപ്പോൾ ഇത് X200 Pro. ഒരു ഫൺ ഫാക്ട് ഗൈസ്, എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ iPhone 4S, അത് കഴിഞ്ഞ് 6S, പിന്നെ 11 Pro Max, പിന്നെ 14 Pro Max, 15 Pro Max, 16 Pro Max. ഇനി ഈ പറഞ്ഞ സെപ്റ്റംബറിൽ 17 Pro Max ആവും. പക്ഷെ എൻ്റെ കൊണ്ടാട്ടിക്ക് നിനക്ക് ഇഷ്ടമാണോ അത് മതി. ഫുൾ ഓൺ എക്സ്പ്ലോറിംഗ് ആണല്ലോ. എന്താ ഇതൊക്കെ? അല്ല ഇതല്ലേ ഫോണ്. 128 റിഫ്രഷ് റേറ്റ് അല്ലേ ബ്രോ? 128 എൻ്റെ കാണാണ്ടാടാ. സ്മൂത്ത്നെസ് ഉണ്ട്. കാണാനും ഒക്കെ. ഒരു ഫോണിൻ്റെ ബാക്ക് കാണിച്ചാടാ. 2 കളേഴ്സാ. ഏതൊക്കെ പറഞ്ഞ? ഗ്രേയും പിന്നെ ഇതുള്ളോ? അപ്പം പിന്നെ അപ്പം ഇതിൻ്റെ ഒരു ഫ്രഷ് ഒരു പാക്ക് എടുത്തോ. ഷാസ് അവിടെ തുള്ളിച്ചാടി അർമാദിക്കായിരിക്കും വേണ്ടി. ഓ നല്ല പെട്ടിയാണല്ലോ. ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് എടുക്കാം. സെറ്റ് കേസ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു സുഹൃത്തുക്കളെ. പക്ഷേ അവക്കതാണ് ഇഷ്ടം. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ചുമ്മാ അല്ല, ഇത് നല്ല, ഇത് കിട്ടില്ല ക്യാമറ ഉണ്ടോ? എനിക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഭയങ്കര ഇഷ്ടമാണ്. എടുത്ത് ബില്ലടിച്ചോളൂ. 8 വർഷത്തിനിടയിൽ ആദ്യത്തെ, ഈ ചാനലിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു ആൻഡ്രോയിഡ് ഫോൺ അൺബോക്സ് ചെയ്യാൻ ഞാൻ പെണ്ണ് കിട്ടേണ്ടി വന്നു. ഹാപ്പി ആയില്ലേ? പക്ഷേ ഒരുപാട് ഗൈസ്, ഇതിങ്ങനെ പൊത്തലിടണം നമ്മൾ ആദ്യം. ഇടത്തെ കമന്റ് വന്ന ഇടം നീ ചിരിക്കരുത്. കേട്ടാ നിനക്ക് അൺബോക്സ് ചെയ്യണ്ടല്ലോ. തുറന്നു വരൂ. X200 Pro വരുന്നില്ല. ഓ മോനെ, ഇതിൻ്റെ അകത്ത് എന്തോ NFC എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇത് വലിച്ചിളക്കുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും. അങ്ങനെയല്ലേ? ഇത് കയറണം അത്. ജിങ്കിളി കുപ്പി. ഓ പിന്നെ സാധനം കേട്ടാ നല്ല രസമുണ്ടത് കാണാൻ. സ്റ്റിക്കറൊക്കെ ഫ്രീ കിട്ടുമല്ലോ ഇവിടെ. അല്ലെ എന്തോ. എന്നിട്ട് ഇത് തുറക്കുമ്പോഴത്തേക്കും ഒരു സിം ഇജക്ടർ ടൂളുണ്ട്. ഓ ഗൈസ്, എന്തോ ഒരു വലിയ പെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഓ മുതുക്ക് ബ്രിക്ക് ഗൈസ്, ഒരു ചാർജിങ് ബ്രിക്ക്. ഈ കാലഘട്ടത്തിൽ ചാർജിങ് ബ്രിക്കൊക്കെ വരുന്ന ഫോണുണ്ട്. ഐഫോൺ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാറുവാടാ. സാംസങ് ഇത് കണക്കൊക്കെ ആയിരുന്നു. ആളെ പിടിക്കുന്നത് വരെ ഇവരിതൊക്കെ തരുവുള്ളൂ. ആളിനെ കിട്ടിക്കഴിഞ്ഞ് കഴിയും പിന്നെ ഇതെല്ലാം മാറും. പിന്നെ കേബിളും ഉണ്ട് ഗൈസ്. ഒരു ക്ലിയർ കേസ് കൂടെ ഉണ്ട്. ഫ്ലിക്കനെ ഇരിക്കണം. നിനക്ക് ക്ലിയർ കേസ് വേണോ ഈ കേസ് ഇടണോ? ഇപ്പൊ ക്ലിയർ ഇടാം അല്ലേ? സ്വിച്ച് ഓൺ ചെയ്തോടാ. ഇതാണ് സ്വിച്ച് ഓൺ. ഓണായ വിവോ 5G പവേർഡ് ബൈ ആൻഡ്രോയിഡ്. വെൽക്കം ടു നമ്മുടെ ഫാമിലി. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഞങ്ങളിത് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് വരാം. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഹാപ്പി ഹലോ എന്നൊക്കെ എഴുതി കാണിച്ചു. എൻ്റെ കൊച്ചു ഹാപ്പി, ഞാൻ ഹാപ്പി. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.